Hi friends, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ജൂൺ മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 31 റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സിന്നേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫയർ ആൻഡ് ദ മോത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദ ഫയർ ആൻഡ് ദ മോത്ത് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഖജാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് മുബി OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഡയറക്റ്റ് ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഹിന്ദി മൂവിയാണ്. സ്റ്റോൾ എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്. ഡ്രാമ ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്നൊരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്നൊരു പോർച്ചുഗീസ് സീരീസാണ്. ക്രിമിനൽ കോഡ് സീസൺ 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. പോർച്ചുഗീസ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. വൺ ഓഫ് ദം ഡേയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ജിഗൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. പാരീസ് ഇൻ ബാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇന്തോനേഷ്യൻ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പെല്ലി കാനി പ്രസാദ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ അക്കൗണ്ടന്റ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ചൈനീസ് മൂവിയാണ്. ഹൈ ഫോഴ്സ് എന്ന സിനിമ. ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ചൈനീസ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസാണ്. മേഴ്സി ഫോർ നാൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗെറ്റ് അവേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2024 റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ സൂര്യ, അതുപോലെ തന്നെ വിജയ് സേതുപതി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിടുതലൈ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിടുതലൈ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഈ 2 സിനിമയും ഡയറക്ടേഴ്സ് കട്ട് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കോഡ് 8 എന്ന് പറഞ്ഞ സിനിമ. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ചൗര്യ പാദ് എന്ന് പറഞ്ഞ സിനിമ. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്ട്രോ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. ഒരു അഡ്വഞ്ചർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കോ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി വാർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ സിനിമ. ഇമ്രാൻ ഹാഷ്മിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. 10 എന്ന് പറഞ്ഞ സിനിമ. ഒരു മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ സീരീസാണ്. ചൽ കപ്റ്റ് ദ ഡിസപ്ഷൻ എന്നാണ് സിനിമയുടെ സീരീസിൻ്റെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഡ്രാമ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്നത് തെലുങ്ക് സീരീസാണ്. ദേവിക ആൻഡ് ഡാനി എന്ന് പറഞ്ഞ സീരീസ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി മൂവിയാണ്. ബുൾ ചക്ക് മാഫ് എന്ന് പറഞ്ഞ
സിനിമ. ഡയറക്റ്റ് OTT റിലീസായിരുന്നു ആദ്യം ഈ സിനിമ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ആഴ്ച ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തു. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ആമസോൺ പ്രൈം റിലീസ് ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് സിംഗിൾ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അനിമേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പ്രെഡക്ടർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന സിനിമ. ഹുലു OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലായിട്ടാണ് ഈ ഒരു സിനിമ, ഈ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അനിമേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത തുർക്കിഷ് മൂവിയാണ് ദ ലാസ്റ്റ് വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തുർക്കിഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ 2 ഓപ്ഷനിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു തമിഴ് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. യോഗി ബാബുക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജോറായി കൈ തട്ടുങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് മൂവിയാണ് ലാൽ സലാം എന്ന് പറയുന്ന സിനിമ. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ രജനീകാന്ത് ഒരു ക്യാമിയോ വേഷത്തിലൊക്കെ വന്ന സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറയുന്ന സിനിമ. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കർണിക എന്ന് പറയുന്ന സിനിമ. ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ മനോരമ മാക്സിലും ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച, അതായത് ജൂൺ മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.